തകർന്ന തരിപ്പണമായി പത്തനംതിട്ട ജില്ലയിലെ കോന്നി അച്ചൻകോവിൽ റോഡ് തീർത്ഥാടന കാലമായതോടെ ആയിരക്കണക്കിന് പേരാണ് ദിവസേന ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകുന്നതല്ലാതെ പാലിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പറഞ്ഞു പഴകിയ പല്ലവിയാണ്. കാലം കുറേയായി കോന്നി അച്ചൻകോവിൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്. ആവണിപ്പാറ ഉന്നതിയടക്കം നിരവധി ജനവാസ മേഖലകളുള്ള സ്ഥലം. നൂറുകണക്കിന് ആളുകൾ ഇതുവഴി സഞ്ചരിക്കുന്നതാണ്. വാഹന ഗതാഗതവും കാൽനട യാത്ര പോലും ഇവിടെ ദുഷ്കരമാണ്. ഈ വഴിയെ ആശ്രയിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് പ്രയാസവും ദുരിതവും മാത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വനപാത ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം പിന്നിടുന്നു. കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി 127 കോടി രൂപ അനുവദിച്ചിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനം പോലും ഈ റോഡിൽ നടന്നിട്ടില്ല. നൂറുകണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ശബരിമല തീർത്ഥാടകർ എല്ലാ വർഷവും നടന്നും വാഹനത്തിൽ കൂടെ വരുന്ന പ്രധാന റോഡാണിത്. ഈ റോഡിൻ്റെ വികസനം സാധ്യമാകാത്ത കാരണം വനംവകുപ്പിൻ്റെ ചില നിയമങ്ങളാണെന്ന വനംവകുപ്പ് വരുന്ന ഞങ്ങൾ നാട്ടുകാർ നിരവധി തവണ വനംവകുപ്പിന് നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. ആവണിപ്പാറ ഉന്നതിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾ നഗരത്തിലേക്ക് എത്താൻ ആശ്രയിക്കുന്നത് ഈ വഴിയെയാണ്. അല്ലെങ്കിൽ ഒരുപാട് ചുറ്റി വളഞ്ഞു വേണം കോന്നിയിലേക്കോ പുനലൂരിലേക്കോ എത്താൻ. ജീപ്പിനെ ആശ്രയിച്ച് നഗരത്തിലെത്തണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ ചിലവാകും. അടിയന്തര ഘട്ടങ്ങളിൽ പോലും പലർക്കും നഗരത്തിലേക്ക് എത്താൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അത് പോയപ്പോൾ ഒരു കാർ വന്നിട്ട് ഫാമിലി ആയിട്ട് അവർ വന്നിട്ട് ആ ചപ്പാത്തിൽ താന്നുപോയി. ഞങ്ങൾ കുറേ പേര് പോയിട്ട് അത് പൊക്കി വിടുകയാണ്. അത് കഴിഞ്ഞാണ് വണ്ടി അതുവഴി പോയത്. അതിൻ്റെ ബമ്പറൊക്കെ ഇളകിപ്പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളായി വഴി വണ്ടി പോകുന്നതിന്. ഉത്സവ സമയത്തൊക്കെ ആണെങ്കിൽ നിരവധി വണ്ടികൾ ഇതുവഴി പോകുന്നതാണ്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ കഴിഞ്ഞ 10 കൊല്ലമായി ജനപ്രതിനിധികൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ വഴിയെ ആശ്രയിക്കുന്ന ആളുകൾ വീണ്ടും പ്രതീക്ഷയിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാകുമെന്ന് ഇവിടുത്തുകാർ കരുതുന്നു. PWD വകുപ്പും വനം വകുപ്പും പരസ്പരം പഴിചാരി ഈ റോഡിനെ ഇങ്ങനെ നശിപ്പിക്കാതെ അടിയന്തരമായി ഇടപെടണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ശ്രീലാലിനും അഭിലാഷിനും അനു ഇളവള്ളൂരിനുമൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.